ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അടിപൊളി നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ? ഗീ റൈസ്. ഞാനിത് ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നിങ്ങളൊന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേ ഞാനൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യൊന്ന് മെൽറ്റായി വന്നപ്പോൾ അതിലേക്ക് കശുവണ്ടി മുന്തിരിയും വറുക്കാനായിട്ട് ചേർത്ത് കൊടുത്തു. വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള നൈസായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് വറുത്ത് കോരി മാറ്റാം കേട്ടോ, ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോൾ. അപ്പോൾ ഇതേ ആയി വന്നിട്ടുണ്ട്, കോരി മാറ്റാം. ഇനി ഇതേ നെയ്യിൽ തന്നെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, സ്റ്റാർ, ജാതിക്കല്ല ജാതിപത്രി, സോറി. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി, വേപ്പില, ഒരു ചെറിയ പഴുത്ത ടൊമാറ്റോ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. ഈ ബൗളിന് 1 ബൗൾ അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബൗളിന് 1.25 ബൗൾ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതോടൊപ്പം പാകത്തിനുള്ള ഉപ്പും നാരങ്ങ നീരും പൈനാപ്പിൾ കട്ട് ചെയ്തതും അതോടൊപ്പം ഒരു രമ്പേല 2 കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നത്. രമ്പേല നല്ല മണത്തിനാണ് കേട്ടോ. അതും ചേർത്ത് നമുക്ക് മൂടിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി കുതിർത്തി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 2 ടേബിൾ സ്പൂൺ പച്ചപ്പാലും ചേർത്ത് ഒരു 3-4 തുള്ളി പൈനാപ്പിൾ എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ അടിപൊളി നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന സവാളയും കശുവണ്ടി മുന്തിരിയും നമുക്കിതിലേക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് സിമ്മിലിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ലാസ്റ്റ്. എന്നിട്ട് വേണം മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ അടിപൊളി നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. നമുക്കപ്പോൾ ഇനിയും വീഡിയോസായിട്ട് വീണ്ടും കാണാവേ.